ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും സിനീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സിനീസ് ലേണിംഗ് ജേണി. അപ്പൊ SSLC ഫിസിക്സ് 2025-26 ലെൻസസ് എന്ന ചാപ്റ്ററിലെ ഓണം എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ ചോദ്യം, when an object is placed in front of a lens, the image is formed outside a screen. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which type of lens it is. ഇത് എന്ത് തരം ലെൻസ് ആണെന്ന്. കോൺവെക്സ് ലെൻസില് നമ്മള് കൂട്ടിമുട്ടുന്നില്ല, പാരലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കേസ് നമ്മൾ പഠിച്ചു അല്ലെ, അത് തന്നെയാണ് ഇവിടെ. അപ്പൊ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും അല്ലെ. ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. ഈസ് ഇറ്റ് റിയൽ ഓർ വിർച്വൽ? അത് യഥാർത്ഥമാണോ അതോ മിഥ്യയാണോ എന്ന്? റിയൽ ആയിരിക്കും അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് ഇക്വേഷൻ. അതായത് ഇതിൽ നിന്നും തെറ്റായിട്ടുള്ള സമവാക്യം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, 1/v is equal to 1/u plus 1/f. അത് ശരിയാണ് അല്ലെ. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f is equal to 1/v minus 1/u ആണല്ലോ. അതിൽ നിന്നും 1/v is equal to 1/u plus 1/f എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. f is equal to uv by u plus v. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അല്ലെ, u minus v അല്ലേ വരട്ടുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് അല്ല. f is equal to uv by u minus v കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? f is equal to uv by u plus v എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, അതായത് തെറ്റായിട്ടുള്ള സമവാക്യം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, the power of a lens is given as positive 4. അതായത് ഒരു ലെൻസിന്റെ പവർ നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് 4 എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദിസ്? അതായത് നമുക്ക് ചിഹ്നം നോക്കി ലെൻസ് എന്താണെന്ന് പറയാൻ പറ്റുമല്ലോ അല്ലെ. ഇവിടെ പോസിറ്റീവ് 4 ആണ്. ലെൻസിന്റെ പവറോ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തോ പോസിറ്റീവ് ആണെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും അല്ലെ. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്തും പവറും നെഗറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് തരം ലെൻസ് ആണത്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. അതിന്റെ ഫോക്കൽ ലെങ്ത് കാണാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പവറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫോമിൽ എന്താണ്? P is equal to 1/f അല്ലെ. ഇതിൽ നിന്നും f എന്ന് പറയുന്ന 1/p ആണല്ലോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ 1/p എത്രയാണ്? പോസിറ്റീവ് 4. അപ്പൊ 1/4 എന്ന് കിട്ടും ആൻസർ. അതായത് 0.25 മീറ്റർ എന്ന് കിട്ടും. അതല്ല സെന്റിമീറ്റർ ആക്കാനാണെങ്കിൽ എങ്ങനെയാ? 100/4 എന്ന് ചെയ്താൽ മതി. സെന്റിമീറ്ററിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ 100/4 അതല്ലെങ്കിൽ ഇതിനെ സെന്റിമീറ്ററിലോട്ട് ആകുമ്പോൾ എന്ത് കിട്ടും? 25 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെന്റിമീറ്ററിൽ കാണാം. ഇങ്ങനെ 100 ഞാൻ പറഞ്ഞില്ലേ 100/f എന്നുള്ളത് ചെയ്താൽ മതി. അതായത് 100/4 എന്ന് പറയുമ്പോൾ എത്ര? 25 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ മാഗ്നിഫിക്കേഷൻ ഈസ് ഗിവൻ ആസ് m is equal to -1. അതായത് മാഗ്നിഫിക്കേഷൻ -1 ആണെന്ന് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഇത് എന്ത് തരം ലെൻസ് ആണ്? എന്ത് തരം ലെൻസ് ആയിരിക്കും? അതായത് നമുക്ക് ചിഹ്നം നോക്കിയിട്ട് ലെൻസ് ഏതാന്ന് പറയാം അല്ലെ. ഇവിടെ മാഗ്നിഫിക്കേഷൻ മൈനസ് ആണ് അല്ലെ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇമേജ് റിയൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇമേജ് റിയൽ ആണെങ്കിൽ അത് എന്ത് തരം ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ലെൻസ് ആണത്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഇവിടെ നോക്കിയേ, ഈസ് ദി ഇമേജ് റിയൽ ഓർ വിർച്വൽ? റിയൽ ആണ് അല്ലെ. അപ്പോ കോൺവെക്സ് ലെൻസ് ആണെന്നും കിട്ടി, റിയൽ ആണെന്നും കിട്ടി. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ദി ഓബ്ജെക്ട്? ഇപ്പൊ മാഗ്നിഫിക്കേഷൻ, മോഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ എടുത്ത് നോക്കണം. മോഡ് എടുത്ത് നോക്കുമ്പോൾ എന്ത്? -1 എന്ന് പറയുന്നത് 1 അല്ലേ. അതായത് ചിഹ്നമില്ലാതെ നോക്കുക. ഇവിടെ എന്ന് പറയുന്നത് മോഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? സെയിം സൈസ് ആയിരിക്കും. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ റിയൽ ആയിട്ട് സെയിം സൈസിൽ കിട്ടുന്ന എവിടെയാണ്? അപ്പൊ ഇമേജ് എവിടെ ആയിരിക്കും? 2f ആയിരിക്കും അല്ലെ. അപ്പൊ അത് ഏത് കണ്ടീഷനാണ്? ഒബ്ജക്ട് എവിടെ ആയിരിക്കും? 2f ആയിരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഒബ്ജക്ട് എവിടെ ആയിരിക്കും? 2f. ഇമേജ് എവിടെ തന്നെയാണ്? 2f മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 2 സെന്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് 20 സെന്റിമീറ്റർ എവേ ഫ്രം കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഇതാണ് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. റഫ് ആയിട്ടൊന്ന് വരച്ചു വെക്കാം. ഒരു കോൺവെക്സ് ലെൻസ്
ഓക്കെ അല്ലേ? ആ കോൺവെക്സ് ലെൻസിൽ ഒരു ഒബ്ജക്റ്റ് ഹൈറ്റ് എത്രയാണ് 2 സെന്റിമീറ്റർ പ്ലേസ്ഡ് അറ്റ് 20 സെന്റിമീറ്റർ അവേ ഫ്രം കോൺവെക്സ് ലെൻസ്. അപ്പം കോൺവെക്സ് ലെൻസിലാണ്. അപ്പൊ ഇവിടെ ആണെന്ന് വെച്ചോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അതിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ. അപ്പൊ ഒബ്ജക്ട് സെന്ററിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് എന്ത് 20 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞപ്പോ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ അപ്പുറത്തായിരിക്കും മറുവശത്തായിരിക്കുമല്ലോ ഫോക്കസ്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അത് എത്രയാണ് ഫിസിക്കൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ അപ്പൊ യു തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്, എച്ച് ഒ തന്നിട്ടുണ്ട്. നമുക്ക് എടുത്തെഴുതാം. യു ഇസ് ഈക്വൽ ടു എത്രയാണ് 20 സെന്റിമീറ്റർ. നമുക്ക് ഇതിന് ചിഹ്നം കൊടുക്കണ്ടേ? ഇപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സെയിം സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡ്, ഇപ്പൊ -20 സെന്റിമീറ്റർ അല്ലെ. ഇനി എന്താണ് തന്നിട്ടുള്ളത്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. അത് മറുവശത്തായതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഇനി എച്ച് ഒ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഇവിടെ ബി വേണം അല്ലെ. ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ബി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി ഇസ് ഈക്വൽ ടു എന്താണ് യു എഫ് ബൈ യു പ്ലസ് എഫ് അല്ലെ. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെ. ഇപ്പൊ യു എന്ന് പറയുന്നത് എത്രയാണ് -20 ഇൻറ്റു +10 ബൈ യു പ്ലസ് എഫ് -20 പ്ലസ് 10 അല്ലേ. അപ്പൊ എത്ര ഉണ്ടാവും? ഈക്വൽ ടു 20 ഇൻറ്റു 10 എത്ര 200 അല്ലേ. -200 ബൈ ചിഹ്നം മറന്നു പോകരുത്. -20 പ്ലസ് 10 എത്രയാണ് -10 അല്ലേ. ഈ മൈനസും മൈനസും ക്യാൻസൽ ആയപ്പോ സീറോയും സീറോയും പോകും. ആൻസർ എത്രയായിരിക്കും? +20. അപ്പൊ നമുക്കിവിടെ ബി എന്ന് പറയുന്നത് +20 എന്ന് കിട്ടി. അപ്പൊ നമുക്കത് ഇങ്ങോട്ട് എടുക്കും. സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊന്നും വായിച്ചിട്ടുണ്ട്. ബി ഇസ് ഈക്വൽ ടു +20 സെന്റിമീറ്റർ എന്ന് കിട്ടില്ലേ. ഇവിടെ ബി എന്നെ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദി ഇമേജ്. ഇമേജിലേക്ക് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം അല്ലേ ബി എന്ന് പറയുന്നത്. ഇത് എത്രയാണ് 20 സെന്റിമീറ്റർ. അപ്പൊ +20 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഫൈൻഡ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? വി ബൈ യു അല്ലേ. അപ്പൊ എങ്ങനെ കാണാം? വി എത്രയാണ്? +20 അല്ലേ. +20 ബൈ യു എന്ന് പറയുന്നത് എത്രയാണ്? -20 അല്ലേ. -20. അപ്പൊ എത്ര കിട്ടും? ആൻസർ ഈക്വൽ ടു -1 കിട്ടും അല്ലേ. അപ്പൊ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? -1 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കി നമുക്ക് മാഗ്നിഫിക്കേഷൻ -1 ആണ് കിട്ടിയത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി ഇതിന്റെ ഈ 1 എടുത്തു കഴിഞ്ഞാല് ഈ 1 എന്ന് പറയുന്നത് ഈക്വൽ ടു, അതായത് മാഗ്നിഫിക്കേഷന്റെ മോഡ് എടുക്കുമ്പോൾ ഈക്വൽ ടു 1 ആണെങ്കിൽ സൈസ് എന്താണ്? ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആവുമ്പോ ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആയിരിക്കില്ലേ അല്ലേ. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ -1 അല്ലേ മാഗ്നിഫിക്കേഷൻ കിട്ടി. അപ്പൊ -2 ആയിരിക്കും എന്ത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്താണ്? -2. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ഫോളോയിങ്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതാൻ. ഫസ്റ്റ് നോക്കിയേ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് മോർ. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ഐപീസിനേക്കാളും കൂടുതലാണ്. അത് ശരിയാണോ? അല്ല, അതല്ല. ഇനി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ടെലിസ്കോപ്പ് ഈസ് മോർ. അതായത് ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഐപീസിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അത് ശരിയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് ലെസ്. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഐപീസിന്റെ ഫോക്കൽ ലെങ്തിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല. അടുത്ത നോക്കിക്കേ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ടെലിസ്കോപ്പ് ഈസ് ലെസ്. അതായത് ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഐപീസിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. അത് ശരിയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ബിയും ഡിയും
ആണ് ശരിയായിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ലെൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും ഒരുവിധം കവറേജുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഇതേ കണക്ക് തന്നെ ഇതേ കണക്ക് സെയിം ചോദിക്കണമെന്നില്ല. ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി പല പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ കൺസെപ്റ്റ് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതിന് ഒരു പരിധിയില്ലേ. അപ്പോ പരമാവധി നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓണം എക്സാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.